വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും സ്വർണ്ണത്തിളക്കം. മൂഴിക്കരോഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മഹാദേവ ക്ഷേത്രത്തിന് സമീപം, ബ്രഹ്മമംഗലം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇതിൽ ശരിയും തെറ്റൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യുന്നു അതാണ് എൻ്റെ ശരി, എൻ്റെ മാത്രം ശരി. ഹലോ, എങ്ങോട്ടാ? ഞാനൊന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ. ഞാൻ എങ്ങോട്ടാ വേണേ ആക്കി തരാം. താങ്ക്സ്. കുറേ നേരം വെയിറ്റ് ചെയ്യണേ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഓ, ജോലി എന്ന് പറയാനായിട്ടൊന്നും ആയില്ല ഏട്ടാ. സിനിമ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം പറഞ്ഞ് നടക്കുവാണ്. ഇപ്പം തന്നെ അതെ ഒരു ഡയറക്ടറെ കാണാൻ പോയിട്ട് വരുന്ന വരവാ. ആഹാ, എന്നിട്ട് എന്താവേ, ഡയറക്ടർ അടുത്ത് ചെല്ലുമ്പോൾ പ്രൊഡ്യൂസർ ഉണ്ടോ എന്ന് ചോദിക്കും, പ്രൊഡ്യൂസർ അടുത്ത് ചെല്ലുമ്പോൾ ആർട്ടിസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കും, ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡയറക്ടറും പ്രൊഡ്യൂസറും ഓക്കെ ആണെന്ന് ചോദിക്കും. ഇതൊക്കെ എവിടെ ഓക്കെയാണ്? അസോസിയേറ്റ് കയറാൻ പാടില്ലേ? 1-2 സിനിമയൊക്കെ അസിസ്റ്റ് ചെയ്തതായിട്ടാ. അതിൻ്റെ ബലത്തിലാണ് ഇപ്പം അവന്മാർ ഡേറ്റ്, കഥ പറയാനെങ്കിലും ഡേറ്റ് തന്നെ. പക്ഷേ ഇക്കൊല്ലം ഞാനൊരു പടം ചെയ്യും ചേട്ടാ. ചേട്ടൻ നോക്കി നമുക്കൊരു ചായ കുടിച്ചാലോ? എനിക്ക് പറയാമല്ലോ, ഒരു സംവിധാനം ഞാനും കൂടി ഒരുമിച്ച് ചായ കുടിച്ചെന്ന്. ആയിക്കോട്ടെ. ചേട്ടാ 2 കാപ്പി. കാപ്പി ആകാമല്ലോ? എന്താണ് സിനിമ ചെയ്യുന്ന ഇത്ര ആഗ്രഹം? നല്ല പെൺപിള്ളേരുള്ളതുകൊണ്ടാണോ? ഏയ്, പെൺപിള്ളേർക്ക് വേണ്ടി ആരെങ്കിലും സിനിമ ചെയ്യുക? നീ പിന്നെ എന്തിനാ സിനിമ ചെയ്യണം? നിനക്കപ്പം പെണ്ണുങ്ങളോട് താല്പര്യമില്ലെന്നോ? അങ്ങനെയൊന്നുമില്ല. പെൺപിള്ളേരോട് താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുകയാണ്. എങ്കിലേ എൻ്റെ പരിചയത്തിലൊരു പെണ്ണുണ്ട്, ഭർത്താവെടുത്തില്ല. നമുക്കവിടെ നിന്ന് കയറിട്ട് പോവാം. എനിക്കറിയാവുന്ന ആളാ. നിനക്ക് അത്യാവശ്യം നല്ല സാമ്പത്തികം കിട്ടും. എത്ര കിട്ടും? നീ പ്രതീക്ഷിക്കുന്നതിനും കൂടുതൽ കിട്ടും. നീ ആടെ ഒന്ന് കണ്ടു നോക്ക്.
ഗ്ലാസ് ഉണ്ടോ? ഞാൻ കൊടുക്കാം. പൈസ ഞാൻ കൊടുക്കാം. കയറുക, ഇരിക്കി. ആ അവിടെ ഇരിക്കേ. ആ അതിൽ ഓർന്ന് എനിക്ക് പോണം. എന്താ പറ്റി? നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നേ? നിങ്ങൾ ശരിക്കും ആരാ? എന്നെ ട്രാപ്പ് ചെയ്താന്ന് എനിക്ക് മനസ്സിലായി. നീ എന്തിനാ പേടിക്കുന്നേ? നിന്നെ ട്രാപ്പ് ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടാൻ? താനല്ലോട് പറഞ്ഞതും അവളുടെ ഭർത്താവ് നാട്ടിലില്ലെന്ന്. എന്നിട്ട് തന്റെ ഭാര്യയല്ലോടോ അത്? അതെ, അതെൻ്റെ ഭാര്യ തന്നെയാണ്. ആ കാര്യം പറഞ്ഞാൽ നീ വരില്ലല്ലോ. നീ വന്നേ, എനിക്ക് പറയാനുള്ള കേക്ക്, എന്നിട്ട് നീ പൊക്കോ. നീ വാ, നീ ഇവിടെ ഇരിക്കി. എന്റെ ജീവിതം തന്നെ നശിപ്പിച്ചു. ഞാനൊരു പരാതിയും പരിഭവം പറയാൻ വരുന്നില്ല. പക്ഷെ അതിനിടയ്ക്ക് മനുഷ്യനെ കളിയാക്കുന്ന ഈ പരിപാടി അങ്ങ് നിർത്തിക്കോണം. മനുഷ്യനെ സമാധാനമായിട്ട് ഉറങ്ങാനും സമ്മതിക്കില്ല.
സ്നേഹമുള്ള മനുഷ്യരുടെ പ്രത്യേകത എന്താണെന്ന് തനിക്കറിയാമോ? സ്നേഹമുള്ള മനുഷ്യർ സെക്സിൽ സാറ്റിസ്ഫൈ അല്ലെന്ന് വിചാരിച്ച് തൻ്റെ പാർട്ട്ണർ ഉപേക്ഷിക്കാറില്ല. ഡോക്ടറെ, അവർക്ക് ആഗ്രഹങ്ങളുണ്ടാവില്ലേ? പക്ഷെ ഉണ്ടാവും. അതിന് മുകളിലാണോ സ്നേഹം? ഒരാൾ നമ്മൾ ചതിക്കുമ്പോൾ അനുഭവിക്കുന്ന വേദനയേക്കാൾ വലുതാണ് ഡോക്ടർ നമ്മുടെ എന്തെങ്കിലും കുറവുകൾ കൊണ്ട് നമ്മളെ വേണ്ടെന്ന് വയ്ക്കുന്നത്. പിന്നെ അവർ പോകുമെന്നുള്ള പേടിയുള്ള ജീവിതം. മറ്റാരേക്കാളും നന്നായിട്ട് നമ്മുടെ കുറവുകൾ നമുക്ക് തന്നെ അറിയാം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇതിൽ ശരിയും തെറ്റൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യുന്നോ അതാണ് എൻ്റെ ശരി. ചേട്ടാ, എനിക്കെൻ്റെ ഭാര്യ ജീവനാണ്. ആ കാര്യം അവൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ജീവിക്കുന്നതും അവൾക്ക് വേണ്ടി തന്നെ. പക്ഷെ എനിക്ക് അവളെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ നോക്കിയിട്ടല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. നീ എന്നെ സഹായിക്കണം. ചേട്ടാ, ചേട്ടനിത് എന്നോട് പറഞ്ഞാലും നല്ലത് പരിചയത്തിൽ ആരോടെങ്കിലും പറഞ്ഞാലും. പുറത്താരെങ്കിലും അറിഞ്ഞാൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നീ ആകുമ്പോൾ നിനക്ക് ഞങ്ങളെപ്പറ്റിയും നിന്നെക്കുറിച്ച് ഞങ്ങൾക്കും അറിയില്ല. ചേട്ടാ, ഞാൻ ചെയ്യാം. പക്ഷെ എനിക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല. ഞാൻ ചേട്ടനെ വിശ്വസിച്ച് കൂടെ നിൽക്കും. നിനക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ തരാമെന്ന് പറഞ്ഞ ക്യാഷും തരും. ചേട്ടാ, വൈഫ് പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ലല്ലോ? അവൾക്കിത് മനസ്സിലായിട്ടുണ്ട്. തൻ്റെ ഹസ്ബൻഡ് 1-2 തവണ എന്നെ കാണാൻ വന്നിരുന്നു. കാരണം അറിയാലോ, ആളുടെ മാനസികാവസ്ഥ വളരെ മോശമാണ്. സ്വന്തം ഭാര്യയെ പൂർണ്ണ സന്തോഷവതിയാക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. അതാണ് പ്രശ്നം. ഓനെ അപ്പുറത്തെ റൂമിൽ പോയിരുന്നോ? ഞാൻ ഒരിക്കലും ഒരു പരാതി പറയില്ല. സ്നേഹമില്ലാതെ പെരുമാറുകയോ ചെയ്തിട്ടില്ല. എനിക്ക് മനസ്സിലാവും. തൻ്റെ ഹസ്ബൻഡിന് തന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നഷ്ടപ്പെടുമെന്ന പേടിയാണ് അയാൾക്ക്. 2 വ്യക്തികൾ തമ്മിലുള്ള സ്നേഹം സെക്സ് മാത്രമല്ലെന്ന് ഹസ്ബൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കുക. അത് നിങ്ങൾ പരസ്പരം തുറന്നു പറഞ്ഞാൽ മാത്രമേ സാധിക്കൂ. അതിന് കുറച്ച് സമയമെടുക്കും. തൽക്കാലം തൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ എന്താണേലും പെട്ടെന്ന് ദേഷ്യപ്പെടാനോ എതിർക്കാനോ നിൽക്കണ്ട. കാരണം ഇപ്പോഴത്തെ അയാളുടെ മാനസികാവസ്ഥയിൽ അയാളൊരു ആത്മഹത്യക്ക് വരെ ശ്രമിച്ചേക്കാം. ഓക്കെ ഡോക്ടർ. ഞാനിവിടെ വന്ന ഡോക്ടറെ കണ്ട കാര്യം ഒരിക്കലും എൻ്റെ ഹസ്ബൻഡ് അറിയരുത്. ഒരിക്കലുമില്ല. ഇനി തൻ്റെ ഹസ്ബൻഡ് വന്നാൽ ഞാൻ അറിയിക്കാം ആളുടെ അവസ്ഥ. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വാതിലടക്കണ്ട, എനിക്ക് കാണണം.
എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ ഞാൻ ക്യാഷ് എടുത്തിട്ട് വരാം. ചേട്ടാ, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. അപ്പോൾ ഇനി നീ വരും? പിന്നെ ഉറപ്പായിട്ടും. ഇനി നീ വരില്ല.